ആൻഡ് വെൽക്കം ടു മാൾ ചേച്ചീസ് വളക്കാപ്പ് വ്ലോഗ്. അപ്പൊ നമ്മൾ ഇന്ന് മാൾ ചേച്ചിന്റെ സീമന്തത്തിന് പോവാണ്. ആ ലൈഫ് ഗോട്ടൻ അപ്ഗ്രഡേഷൻ ഫ്രം ചിറ്റാസ് ടു അമ്മമ്മാസ്, ചേച്ചീസ് ടു ആൻഡീസ്, ആൻഡ് ദ യങ്ങസ്റ്റ് മാമൻ ഇസ് ഹിയർ, ദ പ്രൗഡ് മാമൻ. ഹലോ ഫാമിലി, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ ഭയങ്കര ഹാപ്പി ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. We are going to welcome the very first member of our next generation. ഞങ്ങൾ പുതിയ തലമുറയിലേക്ക് ഞങ്ങളൊരു തുടക്കമിടുകയാണ്. ആൻഡ് ദിസ് ഈസ് ദ ഫസ്റ്റ് സെറമണി മാള ചേച്ചീൻ്റെ വളക്കാപ്പ്. ആൻഡ് വെൽക്കം ടു മാൾ ചേച്ചീസ് വളക്കാപ്പ് വ്ളോഗ്. ടു മൈ ഡിയർ ബേബി ബോയ് ആണോ ഗേൾ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ആരായാലും യു ആർ ദ മോസ്റ്റ് ലക്കിയസ്റ്റ് ബേബി ഇൻ ദിസ് വേൾഡ്. ബിക്കോസ് അത്രയും ആൾക്കാർ അത്രയും എക്സൈറ്റഡ് ആണ് ഈ ബേബിനെ വെൽക്കം ചെയ്യാൻ. ഇവരുടെ എല്ലാവരുടെയും സ്നേഹം നിന്നെ ഷവർ ചെയ്ത് ലൈക്ക് വി ആർ ഓൾ വെയിറ്റിംഗ് ടു കടൽ യു ഷവർ ഓൾ ആർ ലവ്. ഇതൊരു 8-9 മാസമായിട്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ ഉള്ളിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ മാൽചേച്ചിൻ്റെ നിർമ്മൽ ചാട്ടിനും ഈ പാരൻറ്റിലേക്ക് ഞങ്ങളിങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അവരെ മാത്രമല്ല, ആൻറ്റിമാർ അമ്മമ്മമാരാവാനും ചേച്ചിമാർ ആൻറ്റിമാരാവാനും അമ്മമ്മമാർ മുത്തശ്ശിമാരാവാനും പോവാണ്. ബേബീൻ്റെ അടുത്ത് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. കേട്ട് നോക്കിയാലോ എന്തൊക്കെയാണ് ഞങ്ങളെ കുഞ്ഞു വാവേൻ്റെ അടുത്ത് നമുക്ക് എല്ലാവർക്കും പറയാനുള്ളതെന്ന്. ഇതൊന്നും കേട്ട് പേടിക്കരുത്. എന്റെ ബേബിനെ പറ്റിട്ടാ പറയാനില്ല, ഞങ്ങൾ കാത്തിരിക്കുന്നു, വെയിറ്റിംഗ്. ബേബി ബോയ് ഓർ ബേബി ഗേൾ, ഏതാ ചൂസ് ചെയ്യുന്നത്? ഗേൾ. എനിക്ക് ഗേൾ. ഗേളോ ബോയ്? ഗേൾ. ബേബി ഗേളോ ബോയ്? അവിടത്തെ ചെറിയമ്മമ്മക്ക് എന്താ പറയാനുള്ളത്? ഗേൾ അല്ല, ബേബിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? യങ് അമ്മമാർ. കണ്ണ് ചെറുതായപ്പോ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോ മാളയിൽ വന്നിട്ട് പറയാനോ ചിറ്റേ ഇനി വല്ല എന്തൊക്കെ പഠിക്കാനുണ്ട്, LKG UKG ഫസ്റ്റ് തൊട്ട് 10th +1 +2. ഇനിയിപ്പൊ ഞാനത് മാളവീനോട് പറയും, എന്റെ മാളവി കുഞ്ഞിനെ എന്തൊക്കെ പഠിപ്പിക്കാനുണ്ട്. അമ്മമ്മയാവാൻ പോകുന്ന ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷം. ബേബി ഗേൾ ഓർ ബേബി ബോയ്? ബേബി ഗേൾ. എന്തായാലും കുഴപ്പമില്ല. മാമനായ സ്ഥിതിക്ക് ഒരു ബേബി ബോയിനാണ്. പുതിയ അമ്മമ്മമാർക്ക് എന്താണ് പറയാനുള്ളത്? അമ്മമാർക്ക് വളരെയധികം സന്തോഷം. ബേബി ഗേൾ ഓർ ബേബി ബോയ്? ഗേളായാലും ബോയാലും നല്ലത്. എന്നാൽ ഒന്നിനെ സപ്പോർട്ടേ. ഗേളാവാനാണ് സാധ്യത. ബേബി ഗേൾ ഓർ ബേബി ബോയ്? ബോയ് വന്ന എല്ലാരും അടിച്ചു കൊല്ലുന്നേക്കും. മുത്തശ്ശി മുത്തശ്ശിക്ക് എന്നാലും ചോദിക്കാം, അമ്മയായി ഇനിയിപ്പോ മുത്തശ്ശി ആവാൻ പോവാണ്, എന്താ പറയാനുള്ളത്? രണ്ട് കുട്ടിയായാലും നല്ലത്. എന്നാലും ഒരു ബേബിനെ സപ്പോർട്ടേ. ഗേൾ പറ. ബേബി ഗേളോ ബേബി ബോയ്? കുലസ്ത്രീയായിട്ട് എങ്ങനെ ഒരു കുട്ടിയെ വളർത്താം? അടക്കവും ഒതുക്കം. എങ്ങനത്തെ ഡ്രസ് ഇടരുത്? തീർന്നു. എങ്ങനെ ഗായത്രി കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടിയാണ്. പോലെ അമ്മച്ചനാവാൻ പോകുന്ന ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? എന്താ പറയാനോ, എന്താ പറയാ, ലൈക്ക് ഹൗ ഡു യു ഫീൽ? ഫീലോ ഇനിയിപ്പോ നമ്മള് കുട്ടീനെ നോക്കണ്ടേ? ഓ ഓക്കെ. ബോയ് ഓർ ഗേൾ? അല്ല, ഏതെങ്കിലും ഒന്ന് ഗസ് ചെയ്യ്. അങ്ങനെ ഒരു ഗസ് ഇല്ല, പെട്ടെന്ന് ഗസ് ചെയ്യണം. എന്നാലും ബോയ് ഓർ ഗേൾ ഏതിനാ കൂടുതൽ ആഗ്രഹം? അങ്ങനെയല്ല, എന്നാലും ഗസ് ചെയ്യ്. എന്ത് കുട്ടിയായാലും നല്ല ഹെൽത്തി ബേബി. ഓക്കെ, ഗസ് ചെയ്യ്. ബോയ് ഓർ ഗേൾ? പോളാണ്. ഗസ് ഇപ്പൊ ഇല്ല, ഒരു പോളാണ്, വെറുതെ എല്ലാരും ഗസ് ചെയ്ത്. ആണോ? ഗേളായിരിക്കും. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി. ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറേ താലങ്ങളിൽ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്റ്റേജിൽ വെച്ച് അവിടെ എത്തിയപ്പോൾ നമ്മളടുത്ത് റിബൺ എടുക്കാൻ പറഞ്ഞു. ഗേളിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബോയിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബ്ലൂ. അങ്ങനെ സീമന്തം ഫംഗ്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും മാളിന്റെ സീമന്തം ചടങ്ങിലേക്ക് സ്വാഗതം. ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പേരൻസ് ആർ ഹിയർ. ഇവരിങ്ങനെ കൈപിടിച്ച് നടന്നു വരുമ്പോൾ ഇവർ ആ വെഡ്ഡിങ് ഐലിലേക്ക് നടന്നു വന്ന ആ ഒരു മൊമെൻ്റാണ് എനിക്ക് ഓർമ്മ വന്നത്. അവിടെ നിന്ന് ഹിയർ വി ആർ അറ്റൻഡിങ് മാൾ ചേച്ചീസ് വളക്കാപ്പ് വ്ളോഗ്. എത്രത്തോളം എക്സൈറ്റഡും ഹാപ്പിയാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് അവിടെ നിന്ന് ഒരു ബേബി പ്രഡിക്ഷൻ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നമ്മുടെ ബേബീൻ്റെ പേര്, ഗേൾ ആണോ ബോയ് ആണോ, പിന്നെ സം ക്വാളിറ്റീസ്, എന്ത് അച്ഛൻ്റെ അമ്മേൻ്റെ എന്ത് ക്വാളിറ്റിയാണ് ബേബിക്ക് വേണ്ടുന്നതെന്ന്. ഒബ്വിയസ്ലി അവരുടെ ചിരി.
ആ ചിരി സോ ചാമിങ്. ഇവർ ചിരിച്ച ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അങ്ങനെ പിന്നെ ആദ്യം നമ്മൾ വേപ്പിൻ്റെ വള കെട്ടിക്കൊടുത്തു, എന്നിട്ട് അത് ഇടിയിപ്പിച്ചു. അത് കഴിഞ്ഞ് 2 പേരൻസും ബേബീൻ്റെ അച്ഛമ്മയും അമ്മമ്മയും 2 പേരും വള ഇടിയിപ്പിച്ചു. പിന്നെ ഇവർ ഓരോരുത്തരുമായിട്ട് വള ഇടിക്കാൻ തുടങ്ങി. ആൻഡ് ഞങ്ങളെ ഫാമിലിയിലെ ഫസ്റ്റ് വളകാപ്പ് ചടങ്ങാണിത്. അതുകൊണ്ട് നമുക്ക് വലിയ ഐഡിയാസ് ഇല്ല, എനിക്ക് ഒട്ടും ഐഡിയ ഇല്ല ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മമ്മമാരും എല്ലാവരും കുറിയൊക്കെ തൊട്ട് കൊടുത്ത് വളയൊക്കെ ഇട്ട് കൊടുത്ത്. ആൻഡ് അധികം ആൾക്കാരുടെയും കയ്യിൽ റിബൺ കണ്ടാൽ അറിയാം, അധികം ആൾക്കാരും ടീം ബേബി ഗേൾ. ഇനി ബേബി ഗേൾ ആണെങ്കിലും ബോയ് ആണെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അത് എന്ത് ബേബിയാണെങ്കിലും കുഴപ്പമില്ല. എന്നാലും ഞങ്ങൾ വെറുതെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്ത് നോക്കിയതാണ് ഏത് ബേബി ആവുമെന്ന്. ആൻഡ് ഇതാണ് ബേബീൻ്റെ അമ്മമ്മമാർ. യെസ് ഗൈസ്, ഐ എം ഗോയിങ് ടു ബി ആൻ അമ്മമ്മ. പക്ഷെ ഞാൻ എൻ്റെ ബേബീനെ കൊണ്ട് ചെറിയമ്മന്നേ വിളിപ്പിക്കുള്ളൂ. ഇനി നമുക്ക് ബേബീൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താ പറയാനുള്ളത്? എനിക്കിപ്പോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. കുട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ പറയാം. ബേബി ഗേളോ ബേബി ബോയ്? ബേബി ഗേൾ. ബേബി ഗേൾ. എന്നാ കുട്ടിയുടെ അമ്മേനെ കണ്ടേ? ഗായത്രി യൂട്യൂബ് ചാനൽ. ഓക്കെ, അമ്മയാവാൻ പോകുന്നില്ല, എന്താ പറയാനുള്ളത്? ബേബി ഗേളോ ബേബി ബോയ്? ബേബി ബോയ്. എന്നാ ഇതിന്റെ ഉള്ളില് ചെറിയച്ഛൻ എന്താ പറയാനുള്ളത്? ബേബി ഗേളോ ബേബി ബോയ്? ബേബി ഗേൾ ഓർ ബോയ്? എല്ലാരും ബേബി ഗേളാണല്ലോ. ബേബി ഗേളോ ബേബി ബോയ്? ബോയ്. ബോയ്. ഓക്കെ, അച്ഛമ്മയാവാൻ പോകുന്നില്ല, എന്താ പറയാനുള്ളത്? സന്തോഷം, വളരെ സന്തോഷം. മമ്മി ബൈ. താങ്ക് യു. കഴിഞ്ഞ് ഞങ്ങളൊക്കെ തിരിച്ചു പോവാണ്. ആൻഡ് വി ഗോട്ട് എ റിട്ടേൺ ഗിഫ്റ്റ്. റിട്ടേൺ ഗിഫ്റ്റ് ആണ്. ഒന്നും വേണ്ട. ഓക്കെ, ഞാൻ വീഡിയോയിലുണ്ട്. അങ്ങനെ ഞങ്ങളൊക്കെ തിരിച്ച് കോഴിക്കോടെത്തി. കുറച്ച് നേരം കഴിഞ്ഞപ്പം മാൽ ചേച്ചിയും മാമിയൊക്കെ ആയിട്ട് ദേ വെർ 5 മെമ്പേഴ്സ്, അങ്ങനെ എന്തോ കണക്കുണ്ട്, ഇത്ര പേരാണ് വരാന്ന്. അവരൊക്കെ വന്നു. ഞങ്ങൾ മാൽ ചേച്ചീൻ്റെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യാണ്. അവിടെ കുറച്ച് ചടങ്ങുണ്ടായിരുന്നു. അരി ഇടിയിക്കൽ, അരിയും വിളക്കൊക്കെ കത്തിച്ച് എല്ലാവരും മുതിർന്ന അമ്മമ്മമാരും പിന്നെ അമ്മയൊക്കെ അരി ഇടിച്ചു കൊടുക്കുക ഒരു ചടങ്ങാണ്. ഈ ചടങ്ങ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെൻ്റെ എല്ലാ കസിൻസിൻ്റെയും ഈ ചടങ്ങ് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മാൽ ചേച്ചിക്ക് നമ്മളൊരു സ്വീറ്റ് കൊടുത്തു, നല്ല പായസം. അത് 1 സ്പൂണേ മാൽ ചേച്ചിനെ കഴിപ്പിക്കാൻ സമ്മതിച്ചുള്ളൂ, ബാക്കി ഞങ്ങളാണ് കഴിച്ചത്. അതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് നല്ല അറിവുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ടേസ്റ്റി. സോറി ബേബി. അത് കഴിഞ്ഞ് അച്ഛൻ്റെ അടുത്തൊക്കെ പോയി പ്രാർത്ഥിച്ചു, പൂജാ റൂമിൽ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ വളക്കാപ്പ് വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന പരിപാടി അവസാനിച്ചു. പക്ഷെ ഇതൊരു അവസാനമല്ല, ഇത് തുടരാൻ പോവുകയാണ്. ഇനി ബേബി വരുന്നവരെ ഇത് തുടരും. ബേബി വരുന്നവരെ ഞങ്ങൾ കണ്ടന്റ് ബേബിനെയാണ് എടുക്കുന്നത്. സോ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് എ ബൈ ഫ്രം കൊല്ലത്ത്. ഗായത്രി കൊല്ലത്ത്. ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ്. എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.